ഞാൻ വിചാരിച്ചേ എൻ്റെയൊക്കെ ജീവിതമാണ് ഇങ്ങനെയെന്ന്. അപ്പം ഞാൻ ഞങ്ങളുടെ ജീവിത സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ജീവിത സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് എൻ്റെ അവക്കടൻ ജീവിത സ്റ്റോറിയാണ്. ഇവള് വിളിച്ചിട്ട് പറഞ്ഞു, ജീവിത സ്റ്റോറിയാണോ ഇവിടെ ഇടുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഇല്ലാത്ത കാര്യമൊന്നുമല്ലോ, ഉള്ള കാര്യമല്ലേ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റുമല്ലോ. അടിച്ചു മാറ്റുന്നേക്കാളും നമ്മുടെ സ്റ്റോറി ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ആ ഓക്കെ പറഞ്ഞു. ഈ പറഞ്ഞവൾ എൻ്റെ വേറൊരു ഫ്രണ്ടാണ്. ഇവളും മുസ്ലിമാണ്. ഇവളെ കെട്ടിയതോ ഒരു ക്രിസ്ത്യൻ ചെറുക്കൻ. ഇവർ തമ്മിൽ സ്നേഹമൊന്നുമില്ലായിരുന്നു കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് 16 വയസ്സുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവൾ 10ാം ക്ലാസ്സിലെങ്ങാണ്ട് അന്ന് പഠിക്കുമായിരുന്നു. അപ്പം ഇയാളുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധവുമില്ലായിരുന്നു. ഇവക്കടെ അമ്മ കാരണം അമ്മ ഇങ്ങനെ അനാവശ്യങ്ങളും ഇങ്ങനെ ഇവരെ രണ്ടും കമ്പയർ ചെയ്ത് പറഞ്ഞ് ഇവക്ക് സമാധാനം ഇല്ലാണ്ട് ഭയങ്കര അടി ചീത്തയൊക്കെ ആയിട്ട് പിന്നെ എന്നാ ചെയ്തു, ഇവർ പെട്ടെന്നൊരു 2-3 ദിവസത്തെ വിളി ഇവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. ഇവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം പിന്നെ ജീവിതം പറയണോ, ഭയങ്കര ദുരന്തം. ഇവക്കടെ ഫേസ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്, വേറെ ഫേസൊക്കെ കൊണ്ടുവന്നിട്ട് ഇവക്കടെ മുഖത്തൊട്ടിക്കുക. അങ്ങനെയൊക്കെയായിരുന്നു ഇവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി ലാസ്റ്റ് വീട്ടുകാരും അവൻ്റെ വീട്ടുകാരും ഇവിടെ അംഗീകരിച്ചില്ല. ഇവർ സെപ്പറേറ്റ് വന്ന് ഇവനെ കൊണ്ടുള്ള ഉപദ്രവമൊക്കെ, പണിക്ക് പോകില്ല, ഒന്നുമില്ലാണ്ട് ഉപദ്രവം മാത്രമേ ഇവക്കുണ്ടായിട്ടുള്ളൂ എന്ന് വെച്ചിട്ട്. എന്നിട്ട് ഇവർ വേറെ സ്ഥലത്തിലേക്ക് ഇവർ മാറി വാടകയ്ക്ക് ജീവിക്കാൻ പോയി. അവിടെ ഒരു ഇച്ചിരി ദിവസം താമസിച്ചുകൊണ്ടിരിക്കാതെ ഇവക്ക് 2 കുട്ടികളായി. 2 കുട്ടികളായിട്ട് ഈ പിള്ളേർ ഇവളെ അങ്ങ് ഇട്ടേച്ച് പോയവനാണ്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പം മൂത്ത കൊച്ച് 10-21 വയസ്സായി. മൂത്ത ചെറുക്കന് 20-21 വയസ്സായെന്ന് തോന്നുന്നു. വയസ്സ് 10-21 വയസ്സായി. പിന്നെ രണ്ടാമത്തെ പെണ്ണിനെങ്ങാണ്ട് +2 കഴിഞ്ഞൊന്നും തോന്നുന്നു. 21ആണോ 18ആണോ വയസ്സെന്ന് എനിക്ക് അത്രയും നിശ്ചയമില്ല. അപ്പം ഇത്രയും വർഷങ്ങളായി. ഇപ്പോൾ 18-19 വയസ്സാകുമ്പം ഇത്രയും ഇതായി. എന്നിട്ട് അവൾ പൊരുതി നിന്നു കേട്ടോ. ഇവനിട്ടേച്ച് പോയെന്ന് പറഞ്ഞിട്ട് ആ 2 കൈക്കുഞ്ഞുങ്ങളല്ലേ, ഇതിനെ കൊണ്ട് ഇങ്ങനെ ലോട്ടറിയൊക്കെ വിൽക്കാൻ പോയി. ലോട്ടറി കട സ്വന്തമായിട്ട് ഇട്ടു. പൊരുതി ജീവിച്ചവൾ ഇപ്പോഴും പൊരുതി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായി, 18-19 വേണ്ട 20ഓളം വർഷമായി. ഇപ്പോൾ വന്നിട്ട് നീ വേണം, പിള്ളേരോ അയാളെക്കാളും വലുതായി, ഇത്ര വയസ്സായില്ലേ. ഇപ്പോൾ വന്നിട്ട് നീ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ഇപ്പോഴും അവൾ മാന്യമായിട്ട് ലോട്ടറി കച്ചവടം ചെയ്തു, ലോട്ടറി കട ഇട്ടു. ഇപ്പം മാന്യമായിട്ട് പിള്ളേരെ പഠിപ്പിച്ച് അവൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഈ പിള്ളേരെ ഇപ്പോൾ വളർത്തി ഇവിടം വരെ എത്തിച്ചു. ഇപ്പം അവൾക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ ഈ ആക്സിഡൻറ്റ് സമയം കോളടിക്കാൻ വേണ്ടിയിട്ട് വന്നു, ഞാൻ നിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട്. അവൾ പറഞ്ഞു, വേണ്ട, ഇത്രയും ദിവസം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, ഇനി അങ്ങോട്ട് ഞങ്ങൾ തന്നെ ജീവിച്ചോളാന്ന്. പിന്നെ വേറെ മാത്രമല്ല, ഇത്രയും വർഷമായിട്ട് ഈ പിള്ളേരുടെ അച്ഛനാണെന്ന് ഇവൾ കൈ ചൂണ്ടി കൊടുത്തപ്പോഴേ മനസ്സിലായത്. ഇവിടെ ഇട്ടിട്ട് പോയ അതേ സ്ഥലത്ത് ഇവൾ അന്തസ്സായിട്ട് ജീവിച്ച് അവളവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവന് നേരത്തെ വരണമെങ്കിൽ, ഇവൾ വേറെ എങ്ങോട്ടും പോയില്ലല്ലോ, ഇവൾ ഇട്ടിട്ട് പോയ സ്ഥലത്ത് തന്നെ ഇവൾ നിൽക്കുന്നത്. അന്വേഷിച്ച് വരണമെങ്കിൽ നേരത്തെ അന്വേഷിച്ച് വരായിരുന്നല്ലോ, ഇപ്പോഴാണ് അന്വേഷിച്ച് വരാൻ പറ്റിയത്. ഇപ്പോൾ വന്നപ്പം മക്കൾ തന്നെ പറഞ്ഞു, അവൾക്ക് പറയേണ്ട ആവശ്യം വന്നില്ല, മക്കൾ തന്നെ പറഞ്ഞു ഇതാണ് എൻ്റെ ഉപ്പ എന്ന്. ഇപ്പം എനിക്ക് ഉമ്മച്ചി പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത്, ഇത്രയും ദിവസം ഇല്ലാത്ത ഉപ്പേനെ ഇനി എനിക്ക് വേണ്ട. ഇവക്കടെ ലോട്ടറി കട ഇവക്കടെ മൂത്ത മോൻ നടത്തുന്നു, അതോടൊപ്പം ആ കൊച്ചു പഠിക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല, പുരുഷന്മാർ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അധ്വാനിച്ചിട്ടാണെങ്കിലും ചുമടുപണി എടുത്തിട്ടാണെങ്കിലും ആ മക്കളെ അമ്മമാർ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കും. അപ്പം എല്ലാവരും ബാഡ് രീതിയിൽ നോക്കരുത്, നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, ബൈ.